പണ്ട് 5 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ഏകദേശം 100 ഗ്രാം ബിസ്ക്കറ്റ് കിട്ടും. പക്ഷേ ഇന്ന് അതേ സെയിം പാക്കറ്റിൽ ഏകദേശം 55 ഗ്രാം ബിസ്ക്കറ്റ് കിട്ടും. ഇതാണ് ഷ്രിങ്ക്ഫ്ലേഷൻ. ഷ്രിങ്കും ഇൻഫ്ലേഷനും ബ്ലെൻഡ് ചെയ്ത് ഫോം ആക്കിയ ഒരു വേർഡാണ് ഷ്രിങ്ക്ഫ്ലേഷൻ. അതായത് ഒരു കമ്പനിയുടെ ചെലവുകൾ കൂടുമ്പോൾ ആ കമ്പനിക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ കസ്റ്റമേഴ്സ് ഇതേ പ്രൈസിൽ കിട്ടുന്ന വേറൊരു പ്രൊഡക്റ്റിലോട്ട് പോകാൻ ചാൻസസ് അധികമാണ്. സോ ഇത് തടയാനായിട്ട് കമ്പനി അതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യും. അതായത് അതിന്റെ ക്വാണ്ടിറ്റി കുറക്കും. ഇതിന് ഒന്നാമത്തെ കാരണം, സെയിം പ്രൈസിന് കുറച്ച് സാധനം കൊടുക്കുമ്പോൾ കമ്പനിക്ക് അവരുടെ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു കൺസ്യൂമർ 2 കാര്യമാണ് ശ്രദ്ധിക്കുക. ഒന്ന് അതിന്റെ പ്രൈസും, ഒന്ന് അതിന്റെ എക്സ്പയറിയും. സോ ക്വാണ്ടിറ്റി കുറക്കുന്നത് കൺസ്യൂമേഴ്സ് വേറൊരു പ്രൊഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ കമ്പനിക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഓരോ പ്രാവശ്യം ലേസ് വാങ്ങുമ്പോൾ അതിന്റെ കാറ്റിന്റെ അളവ് കൂടുന്നതും ഓർബിറ്റ് വാങ്ങുമ്പോൾ അതിന്റെ ഗമ്മിന്റെ അളവ് കുറയുന്നതും പണ്ട് 2 മാസത്തേക്ക് റീചാർജ് ചെയ്ത സെയിം എമൗണ്ടിൽ ഇന്ന് 56 ദിവസം കിട്ടുന്നതും ഷ്രിങ്ക്ഫ്ലേഷന്റെ ഭാഗമാണ്.